എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണവും വെള്ളിയും പണയം വെച്ച് കാർഷിക ചെറുകിട വ്യവസായ വായ്പകൾ എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സ്വർണവും വെള്ളിയും സ്വയം സാക്ഷ്യപ്പെടുത്തി ഈ വിഭാഗങ്ങളിൽ വായ്പ എടുക്കാമെന്നാണ് പുതിയ മാർഗനിർദ്ദേശത്തിലൂടെ RBI ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി വായ്പക്കാർ സ്വമേധയോ സ്വർണം അല്ലെങ്കിൽ വെള്ളി പണയം വെച്ച ബാങ്കിൽ നിന്ന് വാങ്ങുന്ന വായ്പകൾ അതിൻ്റെ പരിധി നിലവിലെ നിയമങ്ങൾക്കുള്ളിലാണെങ്കിൽ അതിന് ഈട് ചോദിക്കാൻ പാടില്ല എന്ന മാർഗനിർദ്ദേശത്തെ ലംഘിക്കുന്നു എന്നായി കണക്കാക്കുന്നതല്ല. RBI വെള്ളിയാഴ്ച പുറപ്പെടുവിച്ച സർക്കുലറിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൃഷി ആവശ്യങ്ങൾക്കായി ഈടില്ലാതെ 2 ലക്ഷം രൂപ വരെ വായ്പ നൽകാമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. 1.5 ലക്ഷം രൂപ എന്ന പരിധി 2 ലക്ഷം രൂപയാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ RBI നിർദ്ദേശത്തിന് ശേഷവും ചില ബാങ്കുകൾ ഇതേ പരിധിയിലുള്ള വായ്പകൾ സ്വർണവും വെള്ളിയും ഈടായി സ്വീകരിച്ച് ലോൺ എടുക്കുവാൻ വരുന്നവർക്ക് സ്വയം സാക്ഷ്യപ്പെടുത്തി നൽകിയ സ്വർണവും വെള്ളിയുമാണ് ഇത്തരത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ചട്ടവിരുദ്ധമാണോ അല്ലയോ എന്ന ആശയക്കുഴപ്പം തുടക്കം മുതൽ തന്നെ ശക്തമായി നിലനിന്നു. ചില ബാങ്കുകൾ ചട്ടവിരുദ്ധമാകുമെന്ന് സൂചിപ്പിച്ച് ഈട് സ്വീകരിക്കുവാനും മടിച്ചു. രാജ്യവ്യാപകമായിട്ട് ഈ ഒരു ആശയക്കുഴപ്പം സജീവമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ RBI പുതിയ വിശദീകരണം നൽകിയിരിക്കുന്നത്. അതോടുകൂടി ഉപഭോക്താക്കൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഈട് സ്വീകരിക്കുന്നത് ചട്ടവിരുദ്ധമല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.